പൈതലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശോധനകളും പരീക്ഷകളും പ്രതിസന്ധികളും കഷ്ടങ്ങളുമൊക്കെ കടന്നു വരാറുണ്ട്. പലപ്പോഴും ആ പരീക്ഷയുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതയുടെയും പരിശോധനയുടെയും നടുവിൽ നാം ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവം ഇതൊന്നും അറിയുന്നില്ലേ? ഈ പരീക്ഷയിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ലേ എന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാണ്. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ദൈവവചനത്തിലൂടെ നമുക്ക് കൈമാറാം. ആ ചോദ്യത്തിന് ഉത്തരം തരുവാൻ സർവശക്തനായ ദൈവമുണ്ട്. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 83 അധ്യായം 1 ദൈവമേ മിണ്ടാതിരിക്കരുതേ, ദൈവമേ മൗനമായി സ്വസ്ഥമായിരിക്കരുതേ. ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പായിക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിൻ്റെ ജനത്തിന് നേരെ ഉപായം വിചാരിക്കുകയും നിൻ്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ മിണ്ടാതിരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായി ഇരിക്കരുതേ. ഈ ഗോസ്പൽ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും ഇതിലൂടെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ദൈവം മൗനമായിരിക്കുന്ന ദൈവമല്ല. പലപ്പോഴും ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും ദൈവം മൗനമായി സ്വസ്ഥമായി പരീക്ഷയുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ ദൈവം മൗനമായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ നിശ്ചയമായിട്ടും ദൈവം മൗനമായിരിക്കുന്ന ദൈവമല്ല. കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പരിശോധനയുടെ നടുവിൽ പരീക്ഷയുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവമാണ്. അതിനായി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വിശ്വാസവീരനായ അബ്രഹാമിനെക്കുറിച്ച് കാണുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിറങ്ങി തിരിച്ച അബ്രഹാം 22 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് പറഞ്ഞ് ദൈവം ശബ്ദം കേട്ട് അനുസരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നു, സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവന് ഹോമയാഗം കഴിക്കാം. അബ്രഹാമിനെ അറിയാം യാഗത്തെക്കുറിച്ചും. ഇതിനു മുമ്പ് യാഗം എന്താണെന്നൊക്കെ അറിയുന്ന അബ്രഹാം യാഗമർപ്പിക്കുമ്പോൾ യാഗവസ്തു പൂർണ്ണ ചാരമായി തീരുമ്പോഴാണ് ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നത്. ഇപ്പോൾ താൻ സ്നേഹിക്കുന്ന തൻ്റെ മകൻ അനേക നാളത്തെ പ്രാർത്ഥനയിലൂടെ കണ്ണുനീരിലൂടെ വാഗ്ദത്തത്തിലൂടെ ലഭിച്ച തൻ്റെ മകനെ യാഗമർപ്പിക്കാൻ കടന്നു പോവുകയാണ്. അല്ലെങ്കിൽ ആ മകൻ പൂർണ്ണചാരമായി തീരാൻ പോകുക യാഗത്തിലൂടെ. എന്നാൽ ആ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കേണ്ടതിന് പറഞ്ഞപ്പോൾ അബ്രഹാം ഒരു മടിയും കൂടാതെ അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരെ രണ്ടുപേരെയും കൂട്ടി ഇസഹാക്കിനെയും കൂട്ടി വിറക് കീറി എടുത്തുകൊണ്ട് അബ്രഹാം പുറപ്പെടുവാനിടയായി തീർന്നു. തൻ്റെ മകനായ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് തൻ്റെ മകൻ അപ്പനോട് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, യഹോവ കരുതിക്കൊള്ളും മകനെ. അങ്ങനെ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അബ്രഹാം എത്തി. അബ്രഹാം തൻ്റെ യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൽ കിടത്തി. എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ അബ്രഹാം നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ്. വിശ്വാസ ജീവിതത്തിലെ പരിശോധനയും പരീക്ഷയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് പുറപ്പെട്ടു. പക്ഷേ അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിടുതൽ കാണുന്നില്ല. വിറക് കീറി, അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നില്ല. ദൈവം കൽപ്പിച്ച സ്ഥലത്തെത്തി, പക്ഷേ അവിടെയും ദൈവം മൗനമായിരിക്കുകയാണ്.
ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പി, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അബ്രഹാമിനൊരു വിശ്വാസമുണ്ട്. പക്ഷേയും അവിടെയും ദൈവം പ്രവർത്തിച്ചില്ല. ദൈവം മൗനമായിരിക്കുകയാണ്. യാഗപീഠം ഒരുക്കി അവരിരുവരും ഒന്നിച്ച് നടന്നു. താൻ കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. ഇത്രയും സമയവും ദൈവം പ്രതികരിച്ചില്ല. ദൈവം മൗനമായിരുന്നു. എന്നാൽ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കൈനീട്ടിയപ്പോൾ ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഇതാ എന്ന് അവൻ പറഞ്ഞു, ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യുകയുമരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സമയം ദൈവം പ്രതികരിക്കാതിരുന്നു. എന്തിനാ? അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ഒന്ന് മനസ്സിലാക്കാൻ, അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്തെ ഒന്ന് മനസ്സിലാക്കാൻ, ദൈവത്തിലുള്ള ആ ശക്തിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ദൈവം അത്രയും സമയം പ്രതികരിക്കാതിരുന്നു. പലപ്പോഴും ജീവിതത്തിലെ ദൈവം പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദൈവം മൗനമായിരിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകാനല്ല, ക്ഷീണിച്ചു പോകാനല്ല, തളർന്നു പോകാനല്ല. ആ സമയമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ വിശ്വാസം വെളിപ്പെട്ടു വരുന്നത്. അവിടെയാണ്, ആ പരിശോധനയ്ക്കകത്താണ് ഒരു ദൈവത്തിൻ്റെ ആശ്രയം വെളിപ്പെട്ടു വരേണ്ടത്. ദൈവം മൗനമായിരുന്നു. എന്നാൽ ദൈവത്തിനൊരു തക്ക സമയമുണ്ടായിരുന്നു. തൻ്റെ മകനെ അറുക്കേണ്ടതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് കത്തിയെടുത്തപ്പോൾ ആ കത്തിക്കും യാഗവസ്തുവിനും ഇടയിൽ ഒരു ആട്ടുകൊറ്റൻ ദൈവം ഒരുക്കി ഇട്ടിരുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗമർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷനാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ കുറേ സമയങ്ങൾ അബ്രഹാമിന് ദൈവം മൗനമായിരുന്നു, പ്രതികരിക്കാതിരുന്നു. എന്നാൽ തൻ്റെ മകനെ അറുക്കേണ്ടതിനെ കത്തിയെടുത്തപ്പോൾ ആ കത്തിക്കും യാഗവസ്തുവിനുമിടയിൽ ആ മൊമെൻറ്റിൽ, ആ സെക്കൻഡിൽ തൻ്റെ കത്തി തൻ്റെ മകൻ്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ആ യാഗവസ്തുവിലേക്ക് അറുക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ കരുതൽ അബ്രഹാമിന് വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചതുപോലെ ദൈവം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, ദൈവം മൗനമായിരിക്കുന്ന ദൈവമല്ല, ദൈവം പ്രതികരിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി, ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി നാം ദൈവസേനയിൽ ഏൽപ്പിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവസേനയെ മുട്ടുമടക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.